ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സ്പാർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വീശുവലയാണ്. നമ്മുടെ കൂടെയുള്ള ഇന്ന് പരശുവേട്ടനാണ്. പരശുവേട്ടൻ്റെ മകനും ഉണ്ട്. അപ്പോൾ പരശുവേട്ടൻ നമുക്ക് അങ്ങനെ വീശുവല എറിയുന്നത് നോക്കാം. നമുക്ക് എന്നിട്ട് പരശുവേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ മീൻ മേടിക്കാം. ഓക്കെ? ആ ഓഹോ, അത് നമ്മൾ പരശുവേട്ടൻ വല എറിഞ്ഞിട്ടുണ്ട്. വല തിരിച്ചെടുക്കുന്നുണ്ട്. കല്ലിലെവിടെയോ ഉടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം പരശുവേട്ടൻ അങ്ങനെ എടുക്കുമെന്ന് നോക്കാം. അതിലെന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടായാൽ മതി. കാരണം ആ കല്ലിൻ്റെ കുടുക്കിൻ്റെ ഉള്ളിലാന്ന് ഇരുമീൻ, ഞണ്ട് അങ്ങനത്തെ സാധനം ഉണ്ടാവല്. അതുപോലെ ചെറിയ ചെമ്പല്ലി കുഞ്ഞി. നോക്കാം, നമുക്കെന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് പരശുവേട്ടനെ ഒരു വഴിക്കാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. വെള്ളം കുറയുന്നില്ല, ഒന്നുമില്ല, വലയിൽ ഒരു സാധനമില്ല, ഒഴിയിലില്ല. പരശുവേട്ടൻ അടുത്ത് കയറിനുള്ള വല സെറ്റാക്കുന്നുണ്ട്. ഇതുപോലെ വല നല്ല വൃത്തിക്ക് അതിൻ്റെ അകത്ത് കച്ചറയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് വല സെറ്റാക്കുക. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് വീശുമ്പോൾ റൗണ്ട് ഇതിൽ വീഴത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റൗണ്ടായിട്ട് എറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വീഴാനറിയാം? അറിയാം. വീലുണ്ടല്ലേ? ഓ, നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. ആകെ കിട്ടിയ നമ്മുടെ നാട്ടിൽ എന്താ പുല്ലെന്ന് പറയുന്ന രണ്ട് ചെറിയ പുല്ലനെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കണ്ണിന് വരെ കാണുന്നില്ല. നമ്മൾ ഇതിന് കോത്തിട്ടാണ് കേട്ടോ ഈ ചെമ്പല്ലിനൊക്കെ പിടിക്കാറ്. എൻ്റെ ചെറുതോ? അതിൻ്റെ വെള്ളം പൊതുവെ തണുത്ത് കഴിഞ്ഞാൽ മീൻ ഉണ്ടാവില്ല. കോയല, രണ്ട് കോയലുണ്ട്. അതാണ് കോയല, നമ്മളെ കോലാൻ എന്തൊക്കെയോ പേരുണ്ട്. ഇനി അത് ഫ്രഷ് സാധനമാണ്. നോക്കിയട്ടെ, എന്താ അതിൻ്റെ ലുക്ക് ഉണ്ടോ? സഞ്ചി ഉണ്ടോ? മൂന്ന് കോയലേനെ കിട്ടിയത്. 3 അല്ല 4 ഉണ്ട്. ആഹാ. അപ്പോൾ ഇനി അടുത്തതിന് എറിനുള്ള വല ശരിയാക്കുന്നുണ്ട്. അപ്പോൾ വല സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത എറിനുള്ള തയ്യാറെടുപ്പിലാണ് ഏട്ടൻ വല വീശുന്നുണ്ട്. ഇതിൽ നല്ല എന്തൊക്കെ മീൻ കിട്ടുന്നുണ്ടോ കിട്ടിട്ട് നല്ല വൃത്തിയിൽ വിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് ഈ വല എറിഞ്ഞതിന് ശേഷം അതിൻ്റെ ഈയക്കട്ടുകൾ ശരിക്കും നിലത്ത് മുട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ആ നിലത്ത് പതിഞ്ഞിരിക്കുന്ന മീനൊക്കെ നമുക്ക് ശരിക്കും കിട്ടത്തുള്ളൂ ആ വല വലിച്ച് വരുന്ന സമയത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ എറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മീൻ തെച്ച് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. മുന്നേക്ക് ഇങ്ങനെ എറിയുന്ന സമയത്ത് ഒരുപാട് ചെമ്മീനൊക്കെ കിട്ടുമായിരുന്നു. നല്ല വെള്ളച്ചെമ്മീൻ, കാരച്ചെമ്മീൻ. ആ കാരച്ചെമ്മീൻ എന്നെല്ലാം പറയുന്നത് നമ്മുടെ ടൈഗറാണ് കേട്ടോ. ടൈഗർ. ഞാൻ ചെമ്മീൻ വളർത്തു കേന്ദ്രത്തിൽ ആലപ്പുഴ 5 വർഷം തന്നെയാണ്. അത് ശരി.
ചെമ്മീൻ വളർത്തുന്ന. ആ അപ്പൊ നമ്മളെ ചേട്ടൻ ചെറിയ ചില്ലറക്കാരനല്ല കേട്ടാ. വളർത്തുന്ന സംവിധാനം ആ മീൻ വളർത്തലിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പക്ഷെ എന്താ അറിയില്ലേ, മീൻ പുഴയിലേ മീനില്ലാന്ന് തോന്നുന്നു. കയ്യേറിലൊന്നും ഒന്നുമില്ല. ആ ഒരു പയത്തി ഉണ്ട്, ഒരു പയത്തി, ഒരു ചെറിയൊരു പയത്തിനെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പയത്തി എന്ന് പറയാം, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാ പറയാ? ആ പൂള എന്ന് പറയും. ആലപ്പുഴ അങ്ങോട്ടേക്ക് പൂള എന്നാ പറയാം. നമ്മുടെ ചേട്ടന് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ട് കേട്ടോ. ഏട്ടക്ക് കൂരി എന്ന് പറയാം. ആ ഇതാ ചെറിയ പൂളാനാണ്. അയ്യോ വളരെ ചെറുതാണ് കേട്ടാ. ആ വെള്ളം ചേട്ടൻ വീണ്ടും വല വലിക്കുന്നുണ്ട്. ഇതിലും ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ് പരശോട്ടൻ കുറേ എറിഞ്ഞു നോക്കി, വീശി നോക്കി. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. പരശോട്ടൻ പറയുന്നു പോവാ മതിയാക്കാം. അപ്പോൾ ഇത് പരശോട്ടൻ്റെ ലാസ്റ്റ് എയറാണ്. 4-5 കൊയില കിട്ടിയെന്ന് പറഞ്ഞു. അതിനെ കൊണ്ടൊരു ചാറാക്കാന്ന് പറഞ്ഞു പരശോട്ടൻ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ദിവസം നല്ലൊരു ആഴ്ച നോക്കിയിട്ട് ഞാനും പരശോട്ടനും കൂടെ ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് ഈ ലാസ്റ്റ് ഇയറിൽ എന്തൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക്. ഫ്രണ്ട്സിനോടല്ല പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് ഇതിലൊന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല, സാധനം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാ കിട്ടീനിന്ന് ശരിക്കും ഒന്ന് കാണാം. ആകെ കിട്ടിയതാ എന്താ, ആകെ കിട്ടി ഇത്തിരി മീനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ പരശോട്ടനും മോഹനും വന്നു വല വീശി. ആകെ കിട്ടിയ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വെള്ളത്തിന് നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മീനുകളൊന്നും കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്നാണ് നമ്മുടെ പരശോട്ടൻ പറഞ്ഞത്. അപ്പോൾ പരശോട്ടൻ വല വീശി കഴിഞ്ഞിട്ട് പോയി വീട്ടിലേക്ക് പോവാന്ന്.
കാണുന്നുണ്ടോ പിറകിൽ പരശോട്ടം പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പരശോട്ടം പറഞ്ഞിരിക്കുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു ആച്ചുള്ള സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വീഡിയോ അന്നേരം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും കാണാം. അപ്പോൾ വേറൊരു കാര്യം കൂടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.